ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കഴുത്തും കൈയും താഴ്ഭാഗവും ഒക്കെ സ്കാലപ്പായിട്ട് വരുന്ന ഒരു ബ്ലൗസാണത്. കുറച്ചധികം കഷ്ടപ്പെട്ട് കട്ട് ചെയ്തതും തയ്ച്ചതുമായിട്ടുള്ള ബ്ലൗസാണത്. ഇതൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് പാറ്റേൺ തന്നെയാണ്. അപ്പോൾ സ്കാലപ്പൊക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാറ്റേൺ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഡിസൈൻ വെച്ചിട്ടാണ്, പിന്നെ ആ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് മൊത്തം വരച്ച് വെച്ചേക്കുന്നത്. ഇത് റൗണ്ട് നെക്കിൽ തന്നെയാണ് ഈ ഒരു ഡിസൈൻ ഞാൻ കൊടുത്തേക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഒക്കെ റൗണ്ട് നെക്ക് തന്നെയാണ്. ആ സ്കാലപ്പ് വരച്ചെടുത്തിട്ട് പിന്നെ 1 ഫൂട്ട് ഇട്ടിട്ടാണ് ഞാൻ തയ്ച്ചേക്കുന്നത്. അങ്ങനെ മൊത്തം കഴുത്ത് തയ്ച്ച് പ്രിൻസസ് കട്ടൊക്കെ അടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴുത്തൊക്കെ വെച്ചേക്കണേ. ഫുള്ള് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടൊക്കെ അടിച്ചേക്കുന്നത്. ഭയങ്കര ടഫായിരുന്നു. കാരണം ഇത് വരച്ച് ക്യാൻവാസ് കെട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഇത് തയ്ച്ചെടുക്കാനും അതെ ഭയങ്കര സ്ലോയിൽ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കഴുത്ത് തയ്ച്ചിട്ട് മറിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ. മറിച്ചിടാൻ പോകുന്നു. അപ്പോൾ മറിച്ചിടാനായിട്ട് അതിൻ്റെ എഡ്ജസ്, അത് സ്കാലപ്പിൻ്റെ ആ റൗണ്ട് വരുന്ന പോർഷനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് കട്ട് ചെയ്യണം. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇത്ര എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ വെറുതെ പറഞ്ഞു മാത്രം. അപ്പോൾ നമ്മൾ ഇത് കണ്ട വിട്ടു പോന്നിട്ടുണ്ട് എൻ്റെ ആ ഒരു ഇതിൽ. അതൊക്കെ ഞാൻ വീണ്ടും അടിച്ചിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴുത്തും ബാക്കും ഒരു സൈഡാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനി കയ്യും ഫ്രണ്ട് ഭാഗവും ഇപ്പോൾ ബാക്ക് സൈഡ് ഒന്നാണ്. അപ്പോൾ സ്ലീവിൽ ഞാൻ അതുപോലെ ഒരു പീസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള അത്രയും സ്കാലപ്പ് ചെയ്താൽ മതി. ബാക്കി സ്ട്രൈറ്റ് ഇട്ടാലും കുഴപ്പമില്ല, കാരണം നമ്മുടെ കാണുന്ന പോർഷൻസ് മാത്രം മതിയല്ലോ. സ്ലീവ് പിന്നെ പഫ് സ്ലീവാണ്, അതിന് വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പഫിനുള്ള പോർഷൻസാണ് അങ്ങനെ വെച്ചിട്ട് വെച്ചേക്കുന്നത്. പഫൊക്കെ അടിച്ച് സ്ലീവിൻ്റെ എൻഡ് ഞാൻ ഓൾറെഡി ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കാലപ്പായിട്ട് ഫിനിഷ് ചെയ്ത് തയ്ച്ച് മറിച്ചിട്ടിട്ടുണ്ടെന്നുള്ളൂ. ഇതിപ്പോൾ ബ്ലൗസിൻ്റെ എല്ലാ സ്കാലപ്പ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലീവ് ബോഡി പാർട്ടിലോട്ട് ജോയിൻ ചെയ്യാം, അത്ര മാത്രമേ വേണ്ടൂ. അത് കഴിഞ്ഞ് നമ്മുടെ ബ്ലൗസിൻ്റെ പണി. ഇത് സിബ് വെച്ചിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ. ഫിറ്റിങ്സ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഈ സ്ലീവും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കാലപ്പൊക്കെ നന്നായിട്ട് തേച്ച്, ഇനി ഇത് ഹെമ്മിങ് ചെയ്യുന്നതിന് പകരമായിട്ട് ഞാൻ ടേപ്പ് വെച്ചിട്ട് തേക്കുകയാണ് ചെയ്തത്. നമ്മുടെ മീഷോ എന്നൊക്കെ വാങ്ങിക്കുന്ന ഈ ടേപ്പ് ഇതിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. കീറിയ ഭാഗങ്ങളൊക്കെ ഒട്ടിക്കാനായിട്ടാണ് ഇതിന് ചെയ്യാറ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കഴുത്ത് കയ്യുടെ എൻഡ് നമുക്ക് ഹെമ്മിങ് ചെയ്യുന്നതിന് പകരം ഈ ടേപ്പ് വെച്ചിട്ട് തേച്ചാൽ നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഹെമ്മിങ് ചെയ്തതിനേക്കാളും നല്ല ഉറപ്പ് കിട്ടും. പിന്നെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കുറേശ്ശെ പോണതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഹീറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യുക, എല്ലാ ഭാഗവും കറക്റ്റായിട്ടില്ലേ എന്നൊക്കെ നോക്കിയിട്ട് ഇത് ഒട്ടിച്ച് വെച്ചതാണ് ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇത് ചെയ്തു. ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് തന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഫിറ്റിങ്സ് ഒന്നും ഞാൻ അതിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ബാക്ക് നെക്ക് മാത്രം ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമ്മൾ മേത്ത് ഇട്ട് കഴിയുമ്പോൾ ബാക്ക് നെക്ക് ഇത്തിരി ആ സ്കാലപ്പ് അത്ര വിസിബിളായിട്ട് കാണാത്ത പോലെ എനിക്ക് തോന്നി. വേറൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.